മോളെ ആമിനി, ഈ മുറി മാത്രം തുറക്കണ്ട. എന്താ മുത്തശ്ശി? വേണ്ട മോളെ, ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുക. ഈ മുറി മാത്രം പൊട്ടി കിടക്കണം. എന്താ കാര്യം? എന്താ മോളെ ഈ ഇരിക്കുന്നതൊക്കെ? സംശയിക്കണ്ട, ഇതോ? എല്ലാം ജോയി മോന് കിട്ടിയതാ. മോളീ കാണുന്നത് സ്വന്തം കഴിവും വാശിയും വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ ജോയി മോൻ കൈക്കലാക്കിയതാ. അന്ന് ഈ വീട് കാണുന്നവർക്ക് ഇതൊരു വായനശാലയാണോ, അല്ല കളികളുടെ കലവറയാണോ, സുഹൃത്തുക്കളുടെ താവള സ്ഥലമാണോ, അതല്ല അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തമ്മിൽ നടക്കുന്ന ചർച്ചാ സ്ഥലമാണോ എന്നൊക്കെ തോന്നാറുണ്ട്. മുത്തശ്ശി മാത്രമാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞു നടന്ന എന്റെ ജോയി മോന് കിട്ടിയ സമ്മാനമാ മോളെ ഇതൊക്കെ. സത്യം? സത്യം തന്നെ മോളെ. ജോ കുഞ്ഞുനാൾ മുതൽ ബുദ്ധിമാനായിരുന്നു. കളിക്കാനിറങ്ങിയ മിടുക്കനായി കളിച്ച് ജയിച്ചു വരൂ എന്റെ മോൻ. മോളെ, അവന്റെ കൂട്ടുകാരെത്ര പിള്ളാരാ ഇവിടെ വരുന്നെന്ന് നിനക്കറിയാമോ? ഇങ്ങനെയൊക്കെ സന്തോഷിച്ച് നടന്ന എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ അന്നൊരു ദിവസം दिल तो पागल है, दिल दीवाना है, दिल तो पागल है, दिल दीवाना है। യാമിനി, എന്റെ ജീവിതം അവസാനിച്ചു എന്നും ഈ ലോകത്തിൽ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണമെന്നും എന്നെ തന്നെ വെറുതെ കഴിയുമ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത്. നിന്നെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സിനൊരു മാറ്റം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ജീവിക്കണം നിന്നോടൊത്ത്. 5 or 10 വർഷങ്ങളല്ല, എത്ര ജന്മം എടുത്താലും നിന്നോടൊപ്പം തന്നെ ജീവിക്കണം. യെസ് യാമിനി, റിയലി ഐ ലവ് യു.
എന്റെ സ്നേഹം ഞാൻ യാമിനിയെ അറിയിക്കുമ്പോ അത് നീ സ്വീകരിക്കുമോ അതോ തിരസ്കരിക്കോ? ഇല്ല, നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.